നമസ്കാരം. ജൈവ കർഷകർ നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം രാസ കർഷകരുടെ അത്രയും ഉൽപ്പാദനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 11 വർഷക്കാലത്തുകൊണ്ട് SPC അതിന് വലിയൊരു മാറ്റം വരുത്തി ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് രാസവളത്തേക്കാൾ കുറഞ്ഞ ചെലവിൽ എങ്ങനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാമെന്ന് ഓരോ കർഷകനെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചുള്ള ഓരോ കൃഷിക്കാർക്കും വേണ്ട സൊല്യൂഷനാണ് SPC നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ഒരു ജൈവ കർഷകൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്നത് ചാണകവും മൂത്രവും പച്ചിലവളവും ചേർന്നാൽ ജൈവ കൃഷിയായി എന്നാണ്. എന്നാൽ ശരിക്കും നമ്മൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു സസ്യത്തിന് പ്രധാനമായും 17 മൂലകങ്ങൾ വേണം. ഈ 17 മൂലകങ്ങളിൽ ഹൈഡ്രജനും ഓക്സിജനും കാർബണും നമുക്ക് അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടും. ബാക്കി 14 മൂലകങ്ങളും നമ്മൾ മണ്ണിൽ കൊടുത്തെങ്കിൽ മാത്രമേ അത് മരത്തിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം, അതുപോലെ തന്നെ കാൽസ്യവും മഗ്നീഷ്യവും സൾഫറും മാംഗനീസും നിക്കലും അയണും സിങ്കും മോളിഡിമിനും ഇങ്ങനെയുള്ള സൂക്ഷ്മ മൂലകങ്ങളും അതിസൂക്ഷ്മ മൂലകങ്ങളും എല്ലാം നമ്മൾ മണ്ണിൽ കൊടുത്തെങ്കിൽ മാത്രമേ കൃഷി ശരിയാവുള്ളൂ. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മണ്ണിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് മുഴുവനും ഒഴുകി ഇന്ന് കടലിൽ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ മണ്ണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3% കൃഷിക്ക് ഓർഗാനിക് കാർബൺ വേണം. ഒന്ന് 1% താഴെ ഉള്ളൂ. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് തീരെയില്ല. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ട ഈ മണ്ണിനെ നമ്മൾ ഫെർട്ടൈലായിട്ട് തിരികെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കടല് കരയിലേക്ക് വരണമെന്ന് പറയും. കാരണം ഇവിടെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് മുഴുവനും ഒഴുകി കടലിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ കടൽ കരയിലേക്ക് വരാൻ വേണ്ടി കടലിലുള്ള കടൽ പായലുകൾ, സർഗാസം സീവീഡ്, പ്രധാനമായും രാമേശ്വരത്തൊക്കെയുള്ള ഈ കടൽ പായലുകൾ ശരിക്കും ഇവിടെ നിന്ന് ഒഴുകിപ്പോയ അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് ഒഴുകിപ്പോയ മൈക്രോ ന്യൂട്രിയൻസിനെ മൊത്തം ശേഖരിച്ച് വെച്ച ശരിക്കും മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറയാണ് കടൽ പായൽ. അപ്പോൾ ഈ കടൽ പായലിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തെടുത്തതാണ് സീവീഡിൻ്റെ ജെല്ലും അതുപോലെ തന്നെ സീവീഡിൻ്റെ എക്സ്ട്രാക്റ്റും. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും കൃഷി ചെയ്യുമ്പോൾ അവരുടെ വിളവ് ശരിക്കും കിട്ടുന്നില്ല, അല്ലെങ്കിൽ കായ്കൾ കൊഴിഞ്ഞു പോകുന്നു, കായ്കൾ ചെറുതാകുന്നു, വേണ്ടത്ര വലിപ്പവും ഭംഗിയും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ കായ്കൾക്ക് ശരിക്കും വലിപ്പവും ഭംഗിയും തൂക്കവും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സലൻറ്റ് പ്രോഡക്റ്റാണ് സീവീഡിൻ്റെ ജെല്ലും അതുപോലെ തന്നെ സീവീഡിൻ്റെ എക്സ്ട്രാക്റ്റും. ഈ സീവീഡ് ജെല്ല്, സീവീഡ് എക്സ്ട്രാക്റ്റ് ഇത് ഉപയോഗിക്കുക വഴി ചെടികൾക്കുള്ള സമസ്ത മേഖലകളിലുള്ള ഗ്രോത്ത് കാണാൻ കഴിയും വളരെ കുറഞ്ഞ പ്രൈസിൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SPC സീവീഡ് ജെല്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡ്രിപ്പ് ഇറിഗേഷനിൽ ഇത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. 100% സോളിബിൾ ആണ്, വെള്ളത്തിൽ ലയിച്ച് ചേരും. അതുകൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷനിൽ യൂസ് ചെയ്യാം, സ്പ്രേയിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം, ഡ്രെഞ്ചിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു തെങ്ങിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഏലത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ വാഴയ്ക്കായിക്കോട്ടെ, ആ വാഴയുടെ അല്ലെങ്കിൽ ഏലത്തിൻ്റെ അല്ലെങ്കിൽ തെങ്ങിൻ്റെ വലിപ്പം അനുസരിച്ച് 1 ലിറ്റർ ആവാം, 2 ലിറ്റർ ആവാം, 5 ലിറ്റർ ആവാം.